എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് മിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഒരിക്കലും ഒരാളോട് അധികമായി നാം അടുപ്പം കാണിക്കരുത്. കാരണം അമിതമായ അടുപ്പം വലിയ പ്രതീക്ഷകളിലേക്ക് നമ്മെ നയിക്കും. ആ പ്രതീക്ഷകൾ ചിലപ്പോൾ നിരാശയിലേക്കും എത്തപ്പെടാം. ആയതിനാൽ കഴിവതും അമിതമായ അടുപ്പവും സ്നേഹവും എപ്പോഴും നാം വിചാരിക്കുന്നത് പോലെ എത്തപ്പെടണമെന്നില്ല. നമുക്ക് ഈശ്വരൻ തന്ന ആയുസ്സിന് ചില പരിമിതികളുണ്ട്. നാം ആര് വിചാരിച്ചാലും ആ ആയുസ്സിനെ നീട്ടിയെടുക്കാൻ സാധ്യമല്ല. ആകെ ചെയ്യാമെന്നുള്ളത് ഈ ആയുഷ്കാലം നമുക്കെന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ആർക്കെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അതായിരിക്കും ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്നത്. കഴിഞ്ഞ കാലത്തേക്ക് ഒരിക്കലും നാം കടക്കരുത്. അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ശരിയും തെറ്റും പലതുമൊക്കെ സംഭവിച്ചിരിക്കാം. നടന്ന കാര്യങ്ങൾ നമുക്കിനി തിരിച്ചെടുക്കാനും സാധ്യമല്ല. അതിനെ തിരുത്തി പോകാൻ നമ്മൾ തീരുമാനിച്ചാലും ഒരുപക്ഷെ നമ്മുടെ ആയുസ് അത്രത്തോളം കാലമുണ്ടാകുമെന്ന് അറിയില്ല. ഈശ്വരൻ ശക്തിയുള്ള ഒന്നാണ്. നാം എന്ത് അദ്ദേഹത്തിനോട് നേർന്നാലും നാം എന്ത് ആഗ്രഹിച്ചാലും അത് നേരായതാണെങ്കിൽ ഈശ്വരനിൽ നിന്നും അതിൻ്റെതായ ഫലങ്ങളും നമ്മൾ സിദ്ധിക്കും. ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് കഴിവതും നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ടാകും, പല അനുഭവങ്ങളുമുണ്ട്. അവയ്ക്ക് സൗന്ദര്യം വർദ്ധിക്കണമെങ്കിൽ, അവയിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണമെങ്കിൽ അത് മനസ്സിൻ്റെ ഉള്ളിൽ രഹസ്യമായി തന്നെ നാം സൂക്ഷിച്ചിരിക്കണം. ജീവിതകാലം മൊത്തം നമുക്കാരോടെങ്കിലും കൂറു പുലർത്താമെന്നോ നാം ഇഷ്ടപ്പെടുന്നവർ എന്നും നമ്മുടെ മുന്നിൽ നാം കണ്ട അതേ ആ രീതിയിൽ തന്നെ നമുക്ക് ആയുസ്സുള്ളിടത്തോളം കാണാൻ സാധിക്കുമോ എന്ന് പലരും മോഹിച്ചേക്കാം, അല്ലെങ്കിൽ ആഗ്രഹിച്ചേക്കാം. എന്നാൽ അങ്ങനെ മരണം വരെയും അങ്ങനെയുള്ള സ്നേഹങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ നിലനിർത്തി ജീവിക്കുന്ന പല സ്ത്രീ പുരുഷന്മാരും ഇന്ന് ലോകത്തുണ്ട്. അവർ അവരുടെ കാര്യങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, അത് സസന്തോഷം ഇരുകൂട്ടരും നിലനിർത്താൻ വേണ്ടി അവർ ആകെ ഉപയോഗിക്കുന്ന ഒരു മാർഗം അവയെല്ലാം രഹസ്യമായി അവരുടെ ഉള്ളിൽ തന്നെ നിലകൊള്ളും. എപ്പോഴും ഒരിക്കൽ കൂടി നമുക്ക് ഈശ്വരൻ തന്ന ആയുസ്സിനുള്ളിൽ നമുക്കെന്തെങ്കിലും സദ്ഗുണങ്ങൾ, നല്ല പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അതിൽ കൂടി കിട്ടുന്ന നമ്മുടെ സന്തോഷം വളരെ വലുതായിരിക്കും. ഇന്നു മുതലെങ്കിലും നമുക്കാർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നല്ലത് വരണേ, നല്ലത് അവർക്ക് ഭവിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥനയെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും നടത്താൻ സാധിക്കും. സന്തോഷത്തോടെ നേരുന്നു ഈ സുപ്രഭാതവും പകലും ത്രിസന്ധിയും. ഒപ്പം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും
ലൈഫ് വിഷൻ്റെയും ശ്രോതാക്കളുടെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. അവർക്ക് നല്ലത് ഭവിക്കണം. അവർക്കെന്തെങ്കിലും തടസ്സമുണ്ടായാൽ അത് മാറിക്കിട്ടാനും ഒരു നിമിഷമെങ്കിലും അവർക്ക് വേണ്ടി നാം ഒന്ന് ഈശ്വരനോട് നേരണം. ഒരിക്കൽ കൂടി നല്ലൊരു ദിവസവും ഈ പ്രഭാതവും നേരുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.